സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ വേതനം വീണ്ടും മുടങ്ങുകയാണെന്ന് വ്യാപാരികൾ. വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവായ സന്ദർഭത്തിലാണ് ജനുവരിയിലെ വേതനം കിട്ടാതായത്. കമ്മീഷൻ വർദ്ധിപ്പിക്കാനും വേതനം ലഭിക്കാനും നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. പ്രതിമാസം 45 ക്വിന്റൽ ധാന്യം വിൽപ്പനയുള്ള റേഷൻ വ്യാപാരികളുടെ മാസവേതനം 18,000 രൂപയിൽ നിന്നും 21,000 രൂപയായി സർക്കാർ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയെങ്കിലും റേഷൻ വ്യാപാരികളുടെ ജനുവരിയിലെ വേതനം ഇതുവരെയും വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചില താലൂക്കുകളിൽ ഡിസംബറിലെ വേതനവും കുടിശ്ശികയാണ്. റേഷൻ വിതരണക്കാരുടെ കൂലി, കടവാടക, റേഷൻ സാധനങ്ങളുടെ വില തുടങ്ങി ദൈനംദിന ചെലവുകൾ നൽകാനാവാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് റേഷൻ വ്യാപാരികൾ. കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ ഡിസംബറിൽ നടന്ന ചർച്ചയിൽ ധാരണയായെങ്കിലും ഇതുവരെയും നടപടിയായിട്ടില്ല. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് റേഷൻ വ്യാപാരി സംയുക്ത കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ഒരുമിച്ചാണ് പറഞ്ഞത്, ജനുവരി മുതൽ നിങ്ങളുടെ വേതന പാക്കേജ് വളരെ തുച്ഛമായ വേതനം. കാരണം 18,000 രൂപയിൽ നിന്നും 21,000 രൂപയാണ് ഞങ്ങളെ വേതനമായി വർദ്ധിപ്പിച്ചത്. അതും 45 കിൻഡലിന്റെ മേലെ വിൽക്കുന്ന വ്യാപാരികൾക്ക്. 45 കിൻഡലിന്റെ താഴെയുള്ളവർക്ക് 9,000 രൂപയാണ്. ക്ഷേമനിധിയുടെ വിഷയങ്ങളുണ്ട്, വിരമിക്കൽ ആനുകൂല്യങ്ങളുണ്ട്, പെൻഷൻ പ്രായമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എന്നിരുന്നാലും ജനുവരി മാസമെങ്കിലും ഞങ്ങളുടെ വേതനം ഇന്നിപ്പോ ഫെബ്രുവരി 19 ഇതുവരെ ലഭിച്ചിട്ടില്ല. പുതുക്കിയ വേതനം ലഭിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വേതനം കൂട്ടിയത് അവരുടെ TOK 10 ദിവസം കൊണ്ട് ഉത്തരവിറക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചു. എന്ത് തെറ്റാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ഈ സർക്കാരിനോട് ചെയ്തത്? വളരെ വേദനയോടെ പറയുകയാണ്. കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് സർക്കാർ പറയുന്ന എല്ലാ സാധനങ്ങളും സമയബന്ധിതമായി കാർഡ് ഉടമകളെ കൈവശമാണ് റേഷൻ വ്യാപാരികൾ. റേഷൻ വ്യാപാരികളുടെ അടിസ്ഥാന വേതനം 18,000 രൂപയിൽ നിന്നും 21,000 രൂപയാക്കിയാണ് ഉയർത്തിയത്. അധിക കമ്മീഷൻ 180 രൂപ എന്നത് 270 രൂപയാക്കിയിരുന്നു. 14,000 റേഷൻ വ്യാപാരികൾക്കാണ് ഇതുവഴി പ്രയോജനം ലഭിക്കുക എന്നായിരുന്നു പ്രഖ്യാപനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട്